Good morning. Today we are going to discuss on a poem written by John Milton. Milton's When I Consider How My Light Is Spent. ഇതിൻ്റെ മറ്റൊരു പേര് ഓൺ ഹിസ് ബ്ലൈൻഡ്നെസ് എന്നാണ്. ഇറ്റ്സ് എ സോണറ്റ് 19 എന്ന് ഇതിനെ പറയുന്നുണ്ട്, സോണറ്റ് 16 എന്നും പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ രണ്ട് തരത്തിൽ ഇതിനെ വിശേഷിപ്പിക്കാറുണ്ട്. അതിൻ്റെ മറ്റൊരു പേരെന്ന് പറയുന്നത് ഓൺ ഹിസ് ബ്ലൈൻഡ്നെസ് എന്നാണ്. ഇപ്പോൾ ജോൺ മിൽട്ടനെ കുറിച്ച് നിങ്ങൾക്കൊരു പക്ഷേ അറിയായിരിക്കും. ഹി വാസ് ടേൺഡ് ബ്ലൈൻഡ്. കാഴ്ചശക്തി നഷ്ടപ്പെട്ട മിൽട്ടൻ്റെ ഒരു ഓട്ടോബയോഗ്രഫിക് നരേഷൻ കൂടിയാണ് ഈ ഒരു സോണറ്റിലെ പ്രസൻറ്റേഷൻ എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. So when I consider how my light is spent എന്ന് പറയുന്ന ഈ poem, this is actually the starting line of this sonnet. The sonnet was first published in Milton's 1673 poems in his autograph notebook known as Trinity Manuscript. ട്രിനിറ്റി മാനുസ്ക്രിപ്റ്റ് എന്നറിയപ്പെടുന്ന അദ്ദേഹത്തിൻ്റെ ഓട്ടോഗ്രാഫ് നോട്ട്ബുക്കിലാണ് ആദ്യമായിട്ട് ഈ പോം പ്രത്യക്ഷപ്പെടുന്നത്. തുടർന്ന് ഈ ഒരു പോയത്തിൻ്റെ ടെക്സ്റ്റിലേക്ക് So when I consider how my light is spent before half my days in this dark world and wide, ഞാൻ എൻ്റെ ലൈറ്റ്, എൻ്റെ പ്രകാശം, ഇതിനെക്കുറിച്ച് ഇത് ഇത്രയും പ്രകാശം നിറഞ്ഞ എൻ്റെ കാലഘട്ടത്തെ ഞാൻ കടന്നുപോയപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാഴ്ചയുള്ള എൻ്റെ സുന്ദരമായ കാലഘട്ടത്തെക്കുറിച്ച്, അതിനെക്കുറിച്ചാണ് ഇവിടെ മിൽട്ടൺ നമ്മളെ ഇവിടെ സ്മരിക്കുന്നത്. ബിഫോർ ഹാഫ് മൈ ഡേയ്സ് ഇൻ ദിസ് ഡാർക്ക് വേൾഡ് ആൻഡ് വൈഡ്. വളരെ കുറഞ്ഞ കാലം കഴിയുമ്പോഴേക്കും ഈ പ്രകാശം എന്നെ ഡാർക്ക്നെസ്സിലേക്ക് കൊണ്ടുപോയി എന്നുള്ള ആ ഒരു സങ്കടകരമായ യാഥാർത്ഥ്യത്തെയാണ് ഫസ്റ്റ് 2 ലൈൻസിൽ തന്നെ മിൽട്ടൺ ഇവിടെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ആൻഡ് ദാറ്റ് വൺ ടാലൻറ്റ് വിച്ച് ഈസ് ഡെത്ത് ടു ഹൈഡ് ലോഡ്ജ്ഡ് വിത്ത് മീ യൂസ്ലെസ്. അപ്പോൾ ആ ഒരു ടാലൻറ്റ്, എഴുതാനും കവിതകൾ ആവിഷ്കരിക്കാനും സാഹിത്യപരമായ കഴിവുകളെല്ലാം എനിക്ക് മുമ്പിൽ നഷ്ടപ്പെട്ടു പോകുമോ എന്ന ആ ഒരു ആശങ്കയാണ് ഇവിടെ പ്രകടിപ്പിക്കുന്നത്. ലോഡ്ജ്ഡ് മീ വിത്ത് യൂസ്ലെസ് ദോ മൈ സോൾ മോർ ദെൻ ടു സെർവ് ദർ വിത്ത് മൈ മേക്കർ. എൻ്റെ സോൾ എൻ്റെ മേക്കറുടെ കൂടെ ഉണ്ടെങ്കിലും, അങ്ങോട്ട് കൂടുതൽ ചായ്ഞ്ഞു നിൽക്കുന്നുണ്ട് എങ്കിലും, മേക്കർ എന്ന് പറയുന്നത് ഇവിടെ അദ്ദേഹത്തെ സൃഷ്ടിച്ച സൃഷ്ടാവിനെയാണ് ഉദ്ദേശിക്കുന്നത്. ആൻഡ് പ്രസന്റ് മൈ ട്രൂ അക്കൗണ്ട് ലെസ്റ്റ് ഹി റിട്ടേണിംഗ് ചൈൽഡ് ഡെത്ത് ഗോഡ് എക്സാക്ട് ഡേ ലേബർ ലൈറ്റ് ഡിനൈഡ്. എനിക്ക് ഈ പ്രകാശം ദൈവം നിഷേധിക്കുകയാണോ ഈ പകൽ സമയത്ത്? എന്താണ് എൻ്റെ ഒരു അവസ്ഥ എന്നതിനെ കുറിച്ചൊരു കൺഫ്യൂഷനോടുകൂടിയാണ് ഇവിടെ ചോദ്യമായിട്ട് വരുന്നത്. ഐ ഫോൺലി ആസ്ക്, ഞാൻ വളരെ ഇഷ്ടത്തോടു കൂടിയാണ് ചോദിക്കുന്നത്. ബട്ട് പേഷ്യൻസ് ടു പ്രിവെൻറ്റ് ദാറ്റ് മർമർ സൂൺ റിപ്ലൈസ്. പക്ഷേ ക്ഷമ എന്ന് പറയുന്നത് അതെന്നെ പ്രിവെൻറ്റ് ചെയ്യുകയാണ്. എൻ്റെ ഈ മർമർ, എൻ്റെ അകത്ത് നിന്നുള്ള ഈ സെൽഫ് ടോക്കിനെ സൂൺ റിപ്ലൈസ്. എൻ്റെ ഉള്ളിൽ നിന്നും ഒരു ശബ്ദം പുറപ്പെട്ടു വരുന്നു. മൈ ഇൻറ്റേർണൽ വോയിസ് ടോക്സ് ടു മീ. ഗോഡ് ഡസ് നോട്ട് നീഡ് എയ്തർ മാൻസ് വർക്ക് ഓർ ഹിസ് ഓൺ ഗിഫ്റ്റ്സ്. ദൈവത്തിന് എൻ്റെ ഒരു സേവനമൊന്നും ആവശ്യമില്ല, അവൻ്റെ ആവിഷ്കാരത്തിന് വേണ്ടി. അതല്ലെങ്കിൽ ദൈവത്തിൻ്റെ ജോലി ചെയ്യാൻ വേണ്ടി എൻ്റെ ആവശ്യമില്ല. അതല്ലെങ്കിൽ മറ്റൊരു
സ്വന്തം ഗിഫ്റ്റ് പോലും ആവശ്യമില്ല എന്ന സ്വയം ഒരു തിരിച്ചറിവാണ് ഇവിടെ മിൽട്ടൺ നമ്മുടെ മുമ്പിൽ സംസാരിക്കുന്നത്. ഹു ബെസ്റ്റ് ബിയർ ഹിസ് മൈൽഡ് യോക്ക്. ദൈവം തന്നെ ആ ദൈവത്തിൻ്റെ മൈൽഡ് യോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 കാളകളെ ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ആ വുഡ് ഫ്രെയിമിനെയാണ്. എന്താണ് അതിന് മലയാളത്തിൽ പറയാമെന്ന് എനിക്ക് ഓർമ്മയില്ല. നഖം എന്നൊരു സംശയമുണ്ട്. ഓക്കെ, ദേ സെർവ് ഹിം ബെസ്റ്റ്. അത് മതി അവന്. ആ ഒരു യോക്ക് മതി, മനുഷ്യനെയും ദൈവത്തെയും ബന്ധിപ്പിക്കുന്ന ഒരു യോക്ക്. ഹിസ് സ്റ്റേറ്റ് ഈസ് കിങ്ലി. അവൻ്റെ അവസ്ഥ രാജകീയമാണ്. തൗസൻഡ്സ് അറ്റ് ഹിസ് ബിഡിങ് സ്പീഡ് ആൻഡ് പോസ്റ്റ് ഓവർ ലാൻഡ് ആൻഡ് ഓഷ്യൻ വിത്തൗട്ട് റെസ്റ്റ്. ആയിരക്കണക്കിന് ആളുകൾ ആ ദൈവത്തെ സ്മരിച്ചുകൊണ്ട്, അവൻ്റെ പേര് പറഞ്ഞുകൊണ്ട് വളരെ ധൃതിയിൽ ഒരുപാട് കാര്യങ്ങൾ ഭൂമിയിലും കടലിലും നിർവഹിച്ചു കൊണ്ടിരിക്കുകയാണ്. ദേ ഓൾസോ സെർവ് ഹൂ ഓൺലി സ്റ്റാൻഡ് ആൻഡ് വെയിറ്റ്. വെറുതെ നിലകൊള്ളുകയും വെയിറ്റ് ചെയ്യുകയും ചെയ്യുന്ന അവരും ഇവിടെ സർവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സദാസമയവും ദൈവത്തിനെ സേവിക്കുന്ന ആയിരക്കണക്കിന് ഭൂമിയിലും കടലിലുള്ള മനുഷ്യരും ദൈവത്തെ സർവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിന് 2 തരത്തിലുള്ള ഒരു ചിന്തകളാണ് ഇവിടെ ജോൺ മിൽട്ടൺ പ്രസൻറ്റ് ചെയ്യുന്നത്. അതിൻ്റെ മറ്റു വിശദീകരണങ്ങളിലേക്കൊന്ന് നമുക്കൊന്ന് എത്തി നോക്കാം. അപ്പോൾ ഈ പോയത്തിനെ കുറിച്ചുള്ളൊരു ചെറിയ അനാലിസിസിലേക്ക് പോകുന്നതിന് മുമ്പ് അതിൻ്റെ പേരിനെ കുറിച്ച്, ഹി ഗേവ് ഇറ്റ് നമ്പർ 19, ബട്ട് ഇൻ ദ പബ്ലിഷ്ഡ് ബുക്ക് ഇറ്റ് വാസ് നമ്പേർഡ് 16. സോ ബോത്ത് നമ്പേഴ്സ് ആർ യൂസ്ഡ് ഫോർ ഇറ്റ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സോണറ്റ് 19 എന്നും 16 എന്നും വേണമെങ്കിൽ ഇതിനെക്കുറിച്ച് വിശേഷിപ്പിക്കാം, അല്ലെങ്കിൽ അതിൻ്റെ ടൈറ്റിലിനെ കുറിച്ച് നമുക്ക് പറയാം. സോ ബോത്ത് നമ്പേഴ്സ് ആർ യൂസ്ഡ് ഫോർ ഇറ്റ്. സോ ഇറ്റ് ഈസ് പോപ്പുലർലി ഗിവൺ ദ ടൈറ്റിൽ ഓൺ ഹിസ് ബ്ലൈൻഡ്നെസ്. ഓൺ ഹിസ് ബ്ലൈൻഡ്നെസ് എന്ന ഒരു ടൈറ്റിലാണ് ഇത്. ഞാനിപ്പോൾ ഡിഗ്രി പഠിക്കുന്ന കാലത്ത് പിന്നെ ഞങ്ങളുടെ കളക്ഷനിൽ പ്രത്യക്ഷപ്പെട്ടത് ഈ ഒരു ടൈറ്റിലായിരുന്നു. ബട്ട് ദർ ഇസ് നോ എവിഡൻസ് ദാറ്റ് മിൽട്ടൺ യൂസ്ഡ് ദിസ് ടൈറ്റിൽ. പിന്നീട് ഇതിനെക്കുറിച്ചുള്ള ഡിസ്കഷനിൽ ഇങ്ങനെ ഒരു ടൈറ്റിൽ മിൽട്ടൺ ഉപയോഗിച്ചതായിട്ട് ഒരു തെളിവുമില്ല എന്നതാണ് അറിയപ്പെട്ടത്. സോ ഇറ്റ് ഈസ് ഓൾവേസ് അസ്യൂംഡ് ദാറ്റ് ദ പോയം വാസ് റിട്ടൺ ആഫ്റ്റർ ദ പബ്ലിക്കേഷൻ ഓഫ് മിൽട്ടൺസ് 1645 പോയംസ്. 1645 എഴുതപ്പെട്ട പബ്ലിഷ് ചെയ്യപ്പെട്ട പോയംസിൻ്റെ കൂടെ ആണ് ഈ കവിതകൾ വന്നതെന്ന് അസ്യൂം ചെയ്യുന്നു. ഇറ്റ് മേ ഹാവ് ബീൻ റിട്ടൺ as early as 1652, although most scholars believe that this was composed sometimes between June and October 1655, when Milton's blindness was essentially complete. എന്നാൽ കൂടുതൽ ആളുകളും വിശ്വസിക്കുന്നത് മിൽട്ടൻ്റെ ബ്ലൈൻഡ്നെസ്, അദ്ദേഹത്തിൻ്റെ അന്ധത പൂർണ്ണമാകുന്ന സമയത്താണ്, അപ്പോഴാണ് 1655 കമ്പോസ് ചെയ്യപ്പെട്ടു എന്നതാണ് കൂടുതൽ ആളുകളും വിശ്വസിക്കുന്നത്. സോ ഇൻ ദ ഫസ്റ്റ് 2 lines ഓഫ് ദ പോയം ദ സ്പീക്കർ ഔട്ട്ലൈൻ ഹിസ് സ്ട്രഗിൾ. ഹി ഫീൽസ് കൺസേൺ ദാറ്റ് ഹിസ് ലൈറ്റ് ഈസ് സ്പെൻറ്റ്. ഹിസ് ലൈറ്റ് ഈസ് ഗോൺ ബിഫോർ റീച്ചിങ് ദ മിഡിൽ ഏജ്. ഹാഫ് ഹിസ് ഡേയ്സ് ഇൻ ദ ഡാർക്ക് വേൾഡ്. ഒരു മിഡിൽ ഏജിലാണ്, അതായത് അദ്ദേഹത്തിൻ്റെ ആയുസ്സിന് പകുതി ചെലവഴിച്ച സമയത്താണ് അദ്ദേഹത്തിൻ്റെ ബ്ലൈൻഡ്നെസ് അദ്ദേഹത്തെ പിടികൂടുന്നത്. നൗ ബ്ലൈൻഡ് ദ സ്പീക്കേഴ്സ് ഗ്രേറ്റസ്റ്റ് ടാലൻറ്റ്. ഹിസ് റൈറ്റിംഗ് ഈസ് യൂസ്ലെസ്, യെറ്റ് ഹി ലോങ്സ് മോർ ദാൻ എവർ ടു ബി ഏബിൾ ടു യൂസ് ഇറ്റ് ടു പ്രൈസ് ഗോഡ്. അപ്പോഴും ദൈവത്തെ സ്തുതിക്കാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ ടാലൻറ്റിനെ യൂസ് ചെയ്യണമെന്നാണ് മിൽട്ടൺ ആഗ്രഹിക്കുന്നത്. ഹി ഓൾസോ വാണ്ട്സ് ടു പ്രൊവൈഡ് ഗോഡ് വിത്ത് എ ട്രൂ അക്കൗണ്ട് ഓഫ് ഹിസ് ലൈഫ്. ജീവിതത്തിൻ്റെ യഥാർത്ഥ അക്കൗണ്ട് ദൈവത്തിന് നൽകാനാണ് അദ്ദേഹത്തിന് ഇഷ്ടം. എവിഡൻസ് ദാറ്റ് ഹി ഹാസ് യൂസ്ഡ് ഹിസ് ഗോഡ് ഗിവൺ ഗിഫ്റ്റ്സ് ഓർ ടാലൻറ്റ്സ് വെൽ. അദ്ദേഹത്തിൻ്റെ സ്വന്തം കഴിവുകളെ, ദൈവം നൽകിയിട്ടുള്ള കഴിവുകളെ അദ്ദേഹത്തിന് തന്നെ സമർപ്പിക്കാനാണ് മിൽട്ടന് ഇഷ്ടം. ഹി ഹോപ്സ് ടു എലിസിറ്റ് പ്രൈഡ് റാദർ ദാൻ ചൈൽഡ് for what he has or he has not achieved. ഇതിൽ അഭിമാനം കൊള്ളാനാണ് മിൽട്ടൺ ഇഷ്ടം, ദൈവം തന്ന കഴിവുകളിൽ അഭിമാനം കൊള്ളാൻ.
അത് നൽകപ്പെടാത്തതിനെക്കുറിച്ച് കുറ്റപ്പെടുത്താനല്ല, അതല്ലെങ്കിൽ എനിക്ക് നേടാൻ സാധിക്കാത്തതിനെക്കുറിച്ചോർത്ത് ദൈവത്തെ ആക്ഷേപിക്കാനല്ല എനിക്കിഷ്ടമെന്ന് മിൽട്ടൺ ഇവിടെ വ്യക്തമാക്കുന്നു. ഇൻ ദിസ് വേ ദ സ്പീക്കർ എക്സ്പീരിയൻസസ് ബോത്ത് സ്പിരിച്വൽ ആൻഡ് ഫിസിക്കൽ കോൺഫ്ലിക്റ്റ്. സോ ഇവിടെ അദ്ദേഹത്തിൻ്റെ ആത്മീയമായിട്ടുള്ള അതല്ലെങ്കിൽ ശാരീരികമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ കോൺഫ്ലിക്റ്റിനെ ഇവിടെ വ്യക്തമാക്കുന്നുണ്ട്. ആദ്യം ഒരു സങ്കടം പ്രകടിപ്പിച്ചു, ഇത് നഷ്ടപ്പെട്ടല്ലോ എന്നത്. അതേസമയം ദൈവത്തിന് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഇതിൽ ഞാൻ വിഷമിക്കേണ്ട ആവശ്യമില്ല എന്ന ഒരു ആശയമാണ് പിന്നീട് മിൽട്ടൺ അവതരിപ്പിക്കുന്നത് രണ്ടാമത്തെ സ്റ്റാൻസയിലേക്ക് വരുമ്പോഴേക്കും. സോ അണേബിൾ ടു ഷോക്കേസ് ഹിസ് ടാലൻസ് ബിക്കോസ് ഓഫ് ഹിസ് ബ്ലൈൻഡ്നെസ് ദ സ്പീക്കർ ഫീൽസ് ഡിസ്റ്റൻസ്ഡ് ഫ്രം ഗോഡ്. അദ്ദേഹത്തിൻ്റെ ടാലൻസിന് ഷോക്കേസ് ചെയ്യാൻ പറ്റാത്തതിൽ ദൈവത്തിനോട് ഒരു ഡിസ്റ്റൻസ് ഫീൽ ചെയ്യുകയാണ് ആദ്യം മിൽട്ടൻ്റെ വാക്കുകളിലൂടെ. ഹി വണ്ടേഴ്സ് വെദർ ഗോഡ് എക്സ്പെക്ട്സ് ഹിം ടു ഡു ഡേ ലേബർ work that doesn't utilize his unique talents despite his blindness. ഈ ബ്ലൈൻഡ്നെസ് ഉണ്ടെങ്കിലും ഈ പകൽക്കാല സമയം ഞാൻ എങ്ങനെ ഉപയോഗിക്കണമെന്നാണ് എന്ന ഒരു കാര്യത്തിലൊരു അത്ഭുതമാണ്, അതല്ലെങ്കിൽ ഒരു അന്താളിപ്പാണ് മിൽട്ടൺ പ്രകടിപ്പിക്കുന്നത്. സോ പേഷ്യൻസ് പെർഹാപ്സ് ദ പേഴ്സോണിഫിക്കേഷൻ ഓഫ് ദ സ്പീക്കേഴ്സ് ഇൻറ്റേർണൽ വോയിസ്. പിന്നീട് പറയുന്നത് ക്ഷമയാണ് ആവശ്യമെന്ന് പറയുന്നു. ഒരു പക്ഷേ മിൽട്ടൻ്റെ തന്നെ ഇൻറ്റേർണൽ വോയിസ് ആയിട്ട് അതിനെ പേഴ്സോണിഫൈ ചെയ്തിട്ട് പറഞ്ഞതായിരിക്കാം പേഷ്യൻസ്. ഓർ പെർഹാപ്സ് എ പേഴ്സോണിഫിക്കേഷൻ ഓഫ് ദ വെർച്യു ഇറ്റ് സെൽഫ് കംഫർട്ട്സ് ദ സ്പീക്കേഴ്സ് ആൻസൈറ്റീസ് വിത്ത് എ റിമൈൻഡർ ദാറ്റ് ഗോഡ് ഡസ് നോട്ട് നീഡ് മാൻസ് വർക്ക് ഓർ ഹിസ് ഓൺ ഗിഫ്റ്റ്സ്. ദൈവത്തിന് മനുഷ്യൻ്റെ സേവനം ഒന്നും ആവശ്യമില്ല, അതല്ലെങ്കിൽ അവൻ്റെ തന്നെ ഗിഫ്റ്റുകളെ ആവശ്യമില്ല. ദർ ആർ മെനി വേസ് ടു പ്രൈസ് ഗോഡ്, പേഷ്യൻസ് സേസ്, especially when a person accepts the yoke God has laid on them. മനുഷ്യൻ ഒരു യോക്ക്, അതായത് ഒരു കണ്ണി ചേർക്കൽ ദൈവം സൃഷ്ടികളോട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ മനസ്സിലാക്കുക, തിരിച്ചറിഞ്ഞ് ശാന്തനാവുക എന്നതാണ്, ക്ഷമിക്കുക എന്നുള്ളതാണ് മനുഷ്യന് ഗുണകരമായിട്ടുള്ളതെന്നാണ് ഇവിടെ മിൽട്ടൺ എക്സ്പ്രസ് ചെയ്യുന്നത്. തൗസൻഡ്സ് റഷ് അറൗണ്ട് ദ ഗ്ലോബ് ഡൂയിങ് ദ ബിഡിങ് ഓഫ് ഗോഡ് ദ കിങ്. ദൈവത്തെ വിളിച്ചുകൊണ്ട് ആയിരക്കണക്കിന് ആളുകൾ ഭൂമിയിൽ സഞ്ചരിക്കുന്നത്, റഷ് ചെയ്യുന്നത് കാണുന്നു. ഹൗഎവർ പേഷ്യൻസ് റീഅഷ്യൂർസ് ദ സ്പീക്കർ ദേ ഓൾസോ സെർവ് ഹൂ ഓൺലി സ്റ്റാൻഡ് ആൻഡ് വെയിറ്റ്. അപ്പോൾ അവരുടെ കാര്യത്തിലും ഇവിടെ അതായത് വെറുതെ ഇരിക്കുന്നവരും ദൈവത്തെ സെർവ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന ഒരു തിരിച്ചറിവിലേക്ക് ആണ് നമ്മൾ മിൽട്ടൺ കൊണ്ടുപോകുന്നത്. ഇനി നമുക്ക് ഈ പോയത്തിൻ്റെ ഫോമിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കാം. എന്താണ് ഇതിൻ്റെ ഫോം? സോ ദ സോണറ്റ് ഈസ് ഇൻ ദ പെട്രാർക്കൻ ഫോം. ഈ സോണറ്റ് പെട്രാർക്കൻ ഫോമിലാണ് ഈ സോണറ്റിനെ സംവിധാനിച്ചിട്ടുള്ളത്. വിത്ത് ദ റൈം സ്കീം എ ബി ബി എ സി ഡി ഇ എന്ന് പറയുന്ന ലൈൻസ്. അതായത് അതിൻ്റെ റൈം സ്കീം ഒന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് പരിശോധിച്ച് നോക്കുക. അതിൻ്റെ റൈം സ്കീം ഈ തരത്തിലാണ് അറേഞ്ച് ചെയ്യപ്പെട്ടിരിക്കുന്നത്. എ ബി ബി എ സി ഡി ഇ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു പെട്രാർക്കൻ സോണറ്റ് അതിൽ വിശദീകരിച്ചിട്ടുള്ള പെട്രാർക്കൻ സോണറ്റ് ഈസ് ആർഗ്യുമെൻറ്റേറ്റീവ്, ഓഫൺ യൂസ് ടു പ്രൂവ് എ പോയിൻറ്റ് or and argue an idea. So Petrarchan sonnets follow a formal style. അതിൻ്റെ ഫോർമൽ സ്റ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 14 ലൈൻസ് ആയിരിക്കും. അതിനെ ഈ 14 ലൈൻസിനെ ഇറ്റ് ഈസ് ഡിവൈഡഡ് ഇൻ ടു 2 sections. The first section which is 8 lines long. ആദ്യത്തെ സെക്ഷൻ 8 ലൈൻസ് ആണ്, called octave. ഒക്ടേവ് എന്ന് പറയുന്ന ഒരു പാർട്ടാണ് ആദ്യം വരുന്നത്. സോ ദ ഒക്ടേവ് ഫങ്ഷൻസ് ടു പ്രപ്പോസ് എ ക്വസ്റ്റ്യൻ ഓർ എ പ്രോബ്ലം. ഈ ഒക്ടേവിനകത്താണ് ഒരു പ്രശ്നത്തെ പോസ് ചെയ്യുന്നത്, അതല്ലെങ്കിൽ ഒരു ചോദ്യം വിടുന്നത്. സോ ദ സെക്കൻഡ് സെക്ഷൻ വിച്ച് ഈസ് എ 6 lines long ഈസ് കോൾഡ് സെസ്റ്ററ്റ്. അങ്ങനെ രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് ഈ 6 വരികളുള്ള, അതല്ലെങ്കിൽ അതിന് സെസ്റ്ററ്റ് എന്നാണ് പറയുക. ഒക്ടേവ് എന്താണെന്നും സെസ്റ്ററ്റ് എന്താണെന്നും നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഒക്ടേവ് എന്ന് പറഞ്ഞാൽ 8 ലൈൻസ് ആയതുകൊണ്ടാണ് ഒക്ടേവ്. 6 ലൈൻസ് ഉള്ളതിന് സെസ്റ്ററ്റ്. സോ സെസ്റ്ററ്റ് ഫങ്ഷൻസ് ടു പ്രൊവൈഡ് ആൻ ആൻസർ. അപ്പോൾ ഈ സെസ്റ്ററ്റിലാണ് ഇതിൻ്റെ ആൻസർ വരുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫോമിനെ കുറിച്ച് പറയാനുള്ളത്. സോ
That's all about when I consider how my light is spent. ഇപ്പോൾ ഇത് ഒന്നുകൂടി നിങ്ങൾ ശ്രദ്ധിച്ച് വായിക്കുക. നമുക്ക് ഈ പോയത്തിൻ്റെ ഈ ഒരു ചുരുങ്ങിയ വിവരണം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഒന്നുകൂടി വായിച്ച് ഇതിൻ്റെ സംശയങ്ങളോ ചോദ്യങ്ങളോ ഉണ്ടെങ്കിൽ ഗ്രൂപ്പിൽ ചോദിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു.